BCK ബ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. നമ്മുടെ ഇവിടെ കാഞ്ചേരിയിലൊക്കെ നല്ല ചൂടാണിപ്പോൾ. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ എങ്ങനെ മഴയൊക്കെ ആയിരിക്കും അല്ലേ. നമ്മുടെ ഈ പക്ഷത്തെ ഇഞ്ചി കൃഷിയാണ് ഈ കാണുന്നത്. 3 ആഴ്ച മുമ്പ് മൊത്തത്തിൽ ഈ സൈഡ് ചേർത്ത് പള്ളയെല്ലാം പറിച്ച് എടുത്തിരുന്നതായിരുന്നു. അത് വീണ്ടും ഈ പരുവത്തിൽ വളർന്നു വന്നേക്കുകയാണേ. ഈ പ്രാവശ്യത്തെ ഇഞ്ചിയിൽ ഞാൻ കൂടുതലായിട്ട് ചെയ്തത് ഇഞ്ചിക്ക് ഈ സൈഡിൽ കാണുന്ന എല്ലാ പള്ളകളെല്ലാം പറിച്ചു കളഞ്ഞു ആദ്യമേ. അത് കഴിഞ്ഞ് 8 കൂട്ടം പിണ്ണാക്കും പച്ചച്ചാണകവും കൂടെ കൂട്ടി പുളിപ്പിച്ച് 3 ദിവസം കഴിഞ്ഞ് വെള്ളത്തിൽ ലയിപ്പിച്ച് ഒന്ന് തളിച്ചു കൊടുത്തു. അതിനുശേഷം 10-26 എന്ന് പറയുന്ന വളം ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മരുന്ന് കൊറാജൻ എന്ന് പറഞ്ഞൊരു മരുന്ന് കൂടെ അടിച്ചേ. അതുകൊണ്ട് നല്ല രീതിയിൽ ഈ ഇഞ്ചിക്കൊക്കെ സൈഡിലോട്ട് ഇങ്ങനെ കാണാം ബ്രാഞ്ചുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ ഇഞ്ചി വളർന്നു വരുന്നുണ്ട്. ഈ പ്ലാവല നമ്മൾ ഇട്ടതിൻ്റെ ഈ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തുനിന്ന് ഇതിൻ്റെ പള്ളകളൊക്കെ കയറി വരുന്നത് ഈ കരികില കടന്നു കഴിയുമ്പോഴത്തേനും ഇഞ്ചിക്ക് ഉള്ള വളമൊന്നും വലിക്കാതെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ കരികില അഴുകി ചേർന്ന് ഇതിനൊരു വളവുമാകും. ആ രീതിയിലാണ് ഇപ്പോൾ എൻ്റെ ഇഞ്ചി കൃഷി ഈ വർഷം ഞാൻ നടത്തി പോകുന്നത്. മറ്റുള്ള രീതിയിലൊക്കെ എങ്ങനെയാണ് ഇഞ്ചി കൃഷി നടത്തുന്നതെന്നുള്ളത് കമൻറ്റിൻ്റെ താഴെ ഒന്ന് പറഞ്ഞു തരിക. മറ്റുള്ളവർക്ക് നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും ആ രീതിയിലൊക്കെ ഈ ഇഞ്ചി കൃഷി നടത്തി അതിൽ നിന്ന് നല്ലൊരു വിളവ് കിട്ടി അവർക്കൊരു തൃപ്തി അതിൽ നിന്ന് കിട്ടും. അതിനായിട്ട് നമുക്ക് കൃഷി ചെയ്യുന്നവരൊക്കെ മാക്സിമം പറഞ്ഞു കൊടുക്കുക. എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മുടെ ഈ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള കാരണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.